ഞാനിപ്പോ രണ്ടുപേരെയും ഈ ഒരു കുറച്ച് നേരത്തേക്ക് ചേട്ടാന്ന് വിളിക്കുന്നു വിളിക്കാൻ പറ്റൂല. എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ. ചീത്ത വിളിക്കരുത്. ചീത്ത വിളിച്ചല്ലേ. ചാക്കോച്ചൻ കേരളത്തിന്റെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റുഡിയോ ഉടമ കം സംവിധായകന്റെ ഗ്രാൻഡ് സൺ ആണ്. ഇതുവരെ ചാക്കോച്ചന് പലരും പറഞ്ഞു ചോക്ലേറ്റ് ഹീറോ, സ്വീറ്റ് ഹീറോ, നൈസ് ഹീറോ, ഹാൻസം ഹീറോ എന്നൊക്കെ പറഞ്ഞു. എന്നെ കേട്ടല്ലോ. 10ാം ക്ലാസ്സിൽ ബെസ്റ്റ് ഓൾറൗണ്ടറിനുള്ള ഗപ്പന്റെ വീട്ടിൽ വരേണ്ടി ഇല്ലെന്നുള്ളൂ. ഒടുക്കത്തെ ബുദ്ധിയാണ്. കണ്ടത്തരല്ലേ കാണിക്കുന്നത്? സർക്കാർ ശമ്പളം വാങ്ങിച്ചിട്ട് അവൻ അഹങ്കാരമല്ലേ എന്നൊക്കെ ചോദിച്ചേക്കാം, ചോദിച്ചിരുന്നു. അതിനൊക്കെ മറികടക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു ഭാഗ്യമാണ്. 400+ മൂവീസ് ചെയ്ത് നിൽക്കുമ്പോൾ at this moment what do you feel? 400. ഓ മൈ ഗുഡ്നസ്, ഇത് ഞാൻ തന്നെയല്ലേ? എനിക്ക് ആന്റിയുടെ ഫോട്ടോ കാണുന്നുണ്ട്. ഞാൻ പറയാൻ പോലെ ആ ആന്റിയുടെ ഭർത്താവിനെ ആ 3 പിള്ളേരുമായിട്ട് പോയി തിയേറ്ററിൽ സിനിമ കാണാൻ. ഹായ് ഹലോ വ്യൂവേഴ്സ്, ദിസ് ഇസ് മീ ഫൗസ്റ്റീന ഹിയർ. അപ്പൊ ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള രണ്ടുപേരെന്ന് പറയുന്നത് ഞാൻ കുറേ നാളുകളായിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന രണ്ടുപേരാണ്. അതുപോലെ തന്നെ കുറേ അധികം റെസ്പെക്റ്റും കുറേ അധികം ഇഷ്ടമുള്ള രണ്ടുപേരാണ്. നമുക്ക് വെൽക്കം ചെയ്യാം നമ്മുടെ സ്വന്തം ജഗദീഷ് സർ, അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ചാക്കോച്ചൻ. എനിക്ക് ആക്ച്വലി നിങ്ങൾ രണ്ടുപേരെ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് ഇപ്പം ഇവിടെ ഇരിക്കുമ്പം ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അതേസമയം എൻ്റെ കൈ നോക്കി അറിയാം എനിക്ക് ഭയങ്കര ഒരു ടെൻഷനും ഉണ്ട്. എനിക്ക് ഏറ്റവും ആദ്യത്തെ ടെൻഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് വിളിക്കും എന്നുള്ളതായിരുന്നു. കാരണം ജഗദീഷ് സാറിനെ നമ്മൾ ചാക്കോച്ചനായാലും നമ്മൾ കുറേ റെസ്പെക്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ സാറിനല്ലാതെ ചേട്ടാന്ന് വിളിക്കാന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇനി പ്രശ്നമാവോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കുമോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ, നോ പ്രോബ്ലം. ചീത്ത വിളിച്ചല്ലേ. ഇപ്പൊ ചാക്കോച്ചനാണെങ്കിലും എനിക്ക് അങ്ങനെ വിളിക്കുമ്പോൾ എന്തോ പേര് വിളിക്കണ പോലെ തോന്നും. അപ്പൊ ഞാനിപ്പോ രണ്ടുപേരെയും ഈ ഒരു കുറച്ച് നേരത്തേക്ക് ചേട്ടാന്ന് വിളിക്കാൻ പറ്റൂല. അപ്പൊ എനിക്ക് നിങ്ങൾ രണ്ടുപേരെ ഇന്റർവ്യൂ എടുക്കുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. നമ്മുടെ ARMന്റെ സമയത്ത് എനിക്ക് ജഗദീഷേട്ടൻ ഇന്റർവ്യൂ എടുക്കണമെന്നുണ്ട്, പക്ഷെ അന്ന് എനിക്ക് കിട്ടിയില്ല. അന്ന് ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഹാൻഡിൽ ചെയ്യാൻ പറ്റൂല, എനിക്ക് ഞാൻ അത്ര പ്രൊഫഷണൽ ആയിട്ടില്ല, അതുകൊണ്ട് കുറച്ചും കൂടെ കഴിഞ്ഞ് ചെയ്യാമെന്ന് പറഞ്ഞു. ചാക്കോച്ചൻ ഞാൻ നമ്മുടെ അമ്മ അസോസിയേഷന്റെ ഫാമിലി ഗ്യാതറിംഗ് ഉണ്ടായിരുന്നില്ലേ, ആ സമയത്തും കുറെ സംസാരിക്കാൻ നോക്കിയായിരുന്നു. അന്നവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അന്നും പറ്റിയില്ലായിരുന്നു. അതെ. അപ്പൊ എന്തായാലും ഇന്ന് നമ്മുടെ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നുള്ള മൂവിയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് നിങ്ങൾ അത്രയും വർക്ക് ചെയ്തൊരു മൂവിയുടെ റിസൾട്ടിന് വേണ്ടി, ഒരു സക്സസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഇന്റർവ്യൂ കിട്ടിയെന്ന് പറഞ്ഞപ്പം ഐ ഫീൽ സോ ബ്ലെസ്ഡ്. അപ്പൊ വൺസ് അഗൈൻ വെൽക്കം. താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മുടെ ട്രെയിലർ ഒന്നും ഇറങ്ങിയിട്ടില്ല. ശരിക്കും പോസ്റ്റർ കാണുമ്പോൾ തന്നെ ഭയങ്കര പ്രോമിസിംഗ് ആണ്. ഇപ്പൊ എനിക്കാണെങ്കിലും പോസ്റ്റർ ഇറങ്ങിയപ്പോൾ ഭയങ്കര ക്യൂരിയോസ് ആണ്, എന്നാ ട്രെയിലർ ഇറങ്ങുന്നത്, അല്ലെങ്കിൽ ശരിക്കും എന്താണ് അതിന്റെ ഒരു ത്രെഡ് ലൈൻ കിട്ടാൻ വേണ്ടിയിട്ട്. ശരിക്കും എന്താണ് നമ്മുടെ മൂവിയുടെ ട്രെയിലർ ഇറങ്ങുക? എന്നിറങ്ങും പറ. ഉടനെ ഇറങ്ങും. ഒരു സസ്പെൻസിൽ നിർത്തേക്കാണ് നമ്മള്. ഇപ്പൊ നമ്മുടെ നായാട്ടായാലും ഇരട്ടയായാലും ഇതെല്ലാം ഒരു ത്രില്ലർ മൂവീസ് ആണ്. അപ്പൊ നമ്മൾ അതിനകത്ത് അഭിനയിച്ച് നമ്മുടെ ജിത്തു ചേട്ടൻ ഒരു പുതിയ മൂവി ഡയറക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആൾക്കാർക്ക് ഒരു ഇതൊരു ത്രില്ലർ മൂവി ആയിരിക്കും എന്നുള്ള എക്സ്പെക്ടേഷൻ നല്ലപോലെ ഉണ്ടാവും. ശരിക്കും ഇതൊരു ത്രില്ലർ ജോണറിൽ പോകുന്ന ഒരു മൂവി ആണോ? ത്രില്ലർ ആണെന്നും നമുക്ക് പറയാം. എന്താണെങ്കിലും ത്രില്ല് ഉണ്ടാവും. അതെ, ത്രില്ല് എടുപ്പിച്ച് നമ്മൾ വെയിറ്റ് ചെയ്യിപ്പിച്ചിരുത്തും. ഒരു സസ്പെൻസ് എലമെന്റ് അതിലുണ്ടല്ലേ. ഇപ്പൊ ശരിക്കും ട്രെയിലർ ഇറങ്ങാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഗൂഗിളിൽ പല ടൈപ്പ് ഓഫ് മൂവിയുടെ ഫുൾ ട്രെയിലർ എല്ലാം എഡിറ്റഡ് ആയിട്ട് കുറെ ഇറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ സ്റ്റോറി ഫുള്ളായിട്ട് വേറെ രീതിക്കൊക്കെ പറയുന്നുണ്ട്. ശരിക്കും എന്താണ് നമ്മുടെ മൂവിയുടെ ഒരു ഔട്ട്ലൈൻ? ഇത് CI ഹരിശങ്കറിലൂടെയാണ് കഥ തുടങ്ങുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഒഫീഷ്യൽ ജീവിതത്തിൽ ഒരു ദിവസം തുടങ്ങി അവിടെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നുണ്ട്. ആ ഇൻസിഡൻറ്റ് ജഗദീഷ് ചേട്ടനുമായിട്ടും ബന്ധപ്പെട്ടുള്ളതാണ്. പിന്നീട് അത് എങ്ങനെ ഇയാളുടെ പ്രൊഫഷണൽ ലൈഫിലും അതേപോലെ തന്നെ പേഴ്സണൽ ലൈഫിനെയും ഇത് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് കുറച്ച് എൻ്റർടൈനിങ് ആയിട്ട് പറഞ്ഞു പോകുന്ന, ഇച്ചിരി ഫാസ്റ്റ് പേസ്ഡ് ആയിട്ട് പറഞ്ഞു പോകുന്ന ഒരു ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതുകൊണ്ട് കുറച്ചുകൂടി ത്രില്ലിംഗ് ആയിട്ട് പറഞ്ഞു പോകുന്നൊരു സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഇപ്പൊ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ പോസ്റ്ററിൽ ഉണ്ടായിരുന്ന ഒരു കോട്ട്, ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രൂത്ത് ക്യാൻ നെവർ ബി ബറീഡ് എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ്. ശരിക്കും ഇത് സിനിമയിൽ നിന്ന് പുറത്തേക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് നമ്മുടെ ലൈഫിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ശരിക്കും നമ്മളെല്ലാവരും ഓരോ സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ആലോചിക്കുന്ന കാര്യമായിരിക്കും എന്തെങ്കിലും സത്യം പുറത്തു വരും. ഇപ്പം നമ്മളെ ചിലപ്പോൾ നമ്മൾ അറിയാത്ത കാര്യത്തിൽ നമ്മളെ ജഡ്ജ് ചെയ്യുമ്പോഴോ നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഉള്ളിൽ ആലോചിക്കുന്ന ഒരു കാര്യമായിരിക്കും എന്തെങ്കിലും വൺ ഡേ സത്യം ഒരിക്കലും എന്നും പറഞ്ഞിരിക്കില്ല, അതൊന്ന് ക്ലിയർ ആയി അത് പുറത്ത് വരും എന്നുള്ള സംഭവം. അപ്പം അങ്ങനെ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ ലൈഫിൽ കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഇൻസിഡൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ട്രൂത്ത് ക്യാൻ നെവർ ബി ബറീഡ് എന്ന് പറഞ്ഞിരുന്നാൽ അതൊരു ചൊല്ലായിട്ട് മാത്രമേ കണക്കാക്കാൻ പറ്റൂ. ട്രൂത്ത് ക്യാൻ ബി ബറീഡ് കാരണം വെച്ചാൽ ഒരാൾ കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ
തെളിവ് അവശേഷിപ്പിക്കാതെ അയാൾ ചെയ്തു കഴിഞ്ഞാൽ ആ സത്യം പുറത്തു കൊണ്ടുവരണമെന്ന് നിർബന്ധമൊന്നുമില്ല. കുറേ കൊലപാതകങ്ങൾ നടന്നിട്ട് ചിലപ്പോൾ അതിൽ 10 നടക്കുമ്പോൾ ഒരു 8 തെളിയും, 2 തെളിയാതെ പോയ സംഭവങ്ങളുണ്ട്. ഇന്നും അറിയില്ല സുകുമാരക്കുറുപ്പ് എവിടെയെന്ന്, ആ സത്യം എവിടെ. അപ്പൊ അങ്ങനെയുള്ള കേസുകളുണ്ട്. ഒരിക്കലും തെളിയിക്കാൻ കഴിയാത്ത കേസുകൾ, എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ കഴിയാത്ത എത്രയോ കേസുകളുണ്ട്. മാൻ മിസ്സിംഗ് കേസ്. ടാഗ് ലൈൻ ഒന്ന് മാറ്റി പിടിച്ചാലോ? ഒരു ചെറിയ മിസ്റ്റേക്ക്. പക്ഷേ ഇവിടുത്തെ ട്രൂത്ത് ക്യാൻ നെവർ ബി ബറീഡ് എന്ന് പറയുന്നത്, ഇതിലെ ടാഗ് ലൈൻ എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ സത്യമുണ്ട്, അതൊരിക്കലും കുഴിച്ചു മൂടാൻ കഴിയില്ല. മനസാക്ഷിയുടെ കോടതിയുടെ മുന്നിൽ മനസാക്ഷി, ആ സത്യം ഒരിക്കലും കുഴിച്ചു മൂടാൻ കഴിയില്ല. അതാണ് ഇതിലെ ഡിഫറൻസ്. സാറേ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അതാണ് പോലീസ് കേസിൽ ഇഷ്ടം പോലെ കേസുകൾ തെളിയിക്കപ്പെടാതെ കാണും, പക്ഷെ മനസാക്ഷിയുടെ ഒരു സത്യമുണ്ട്, അത് പുറത്ത് വരും. പുറത്ത് വന്നേ കോടതിയിൽ ആ കോടതി സത്യം പുറത്ത് വരും. നമ്മളോടെങ്കിലും നമ്മളത് മിനിമം പറയേണ്ടി വരില്ലേ? നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു പോലീസ് സ്റ്റേഷൻ, കേസില്ലാത്ത പോലീസ് സ്റ്റേഷനാണോ? അല്ല. ഇവിടെ ഹരിശങ്കർ പോലീസ് ഓഫീസറാണ്, സർക്കിൾ ഇൻസ്പെക്ടറാണ്. ഇദ്ദേഹത്തിന് ഒരുപാട് കേസുകൾ വരും. ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു കേസ് എന്ന് പറയുന്നത് ഒരു സാധാരണ കേസെന്ന് തോന്നാവുന്ന ഒരു കേസാണ്. ആ സാധാരണ കേസ് അല്ല എന്ന് മനസ്സിലാക്കുന്നിടത്ത് ഹരിശങ്കറിൻ്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ അവിടെ കുഴഞ്ഞു മറിയുന്നുണ്ട്. സാധാരണ കേസല്ലെന്ന് തിരിച്ചറിയുന്നു. ആ സാധാരണ അല്ലാത്ത ആ കേസിൽ തൻ്റെ പേഴ്സണൽ ലൈഫ് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഹരിശങ്കർ മനസ്സിലാക്കുന്നു. ഹരിശങ്കറിന് മനസ്സമാനം ഉണ്ടാവുമോ? ഇല്ല. ഹരിശങ്കറിന് മനസ്സമാധാനം ഉണ്ടാവില്ല. അപ്പൊ ഹരിശങ്കറിന്റെ ഈ ജീവിതമായിട്ട് കളിച്ചിരിക്കുന്ന ആര്, ഇതെനിക്കറിയില്ല, ഹരിശങ്കറിനും അറിയില്ല. ഹരിശങ്കറിന് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. സസ്പെൻസ് എന്നുള്ള അത് ട്രൂ ടു ലൈഫാണ്. ട്രൂ ലൈഫ് സ്റ്റോറി എന്നല്ല, ട്രൂ ടു ലൈഫാണ്. ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. നമുക്ക് ഇതിനകത്ത് പോലീസ് ഓഫീസേഴ്സിന് ഉത്തരവാദിത്വം ഉള്ളതുപോലെ സമൂഹത്തിൽ നമുക്കുമൊക്കെ ഉത്തരവാദിത്വമുണ്ട്. നമുക്ക് അവകാശങ്ങളെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. നമ്മുടെ കടമകളുണ്ട്. ട്രാഫിക് സിഗ്നൽസ് എത്ര പേര് നമ്മൾ കറക്റ്റായിട്ട് ഒബേ ചെയ്യുന്നുണ്ട്? നമ്മളെല്ലാവരും വയലേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എത്രയും പെട്ടെന്ന് എത്തുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. സത്യം, നമ്മുടെ ആവശ്യം നടത്തുക എന്നുള്ളതിനാണ് അതാണ്. അപ്പം നമ്മളെല്ലാവരും സെൽഫിഷാണ്. ഈ സെൽഫിഷ് ആകുമ്പോൾ എൻ്റെ കുടുംബം നന്നാവണം. അപ്പുറത്തെ വീട്ടിൽ എന്തോ നടക്കുന്ന, അവിടെ ആരൊക്കെ വന്നിട്ട് എന്തോ ബഹളം ഉണ്ടാക്കിയിട്ട് പോട്ടെ, നമ്മുടെ വീട്ടിലല്ലല്ലോ എന്ന്. പക്ഷേ അവിടെ വീട്ടിൽ വരുന്നവൻ നാളെ നമ്മുടെ വീട്ടിലേക്ക് വരും, അവൻ അക്രമം കാണിക്കും. അങ്ങനെയുള്ള കുറച്ച് സോഷ്യൽ ഇഷ്യൂസ് എൻ്റർടൈനിങ് ആയിട്ട് പ്രസൻറ്റ് ചെയ്തിരിക്കുകയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. സാധാരണ പോലീസ് സ്റ്റോറിയിൽ നിന്നും ഡിഫറൻ്റ് ആക്കാനുള്ള ശ്രമമാണ് റൈറ്ററും സംവിധായകനും ഒക്കെ നടത്തിയിരിക്കുന്നത്. ഡിഫറൻ്റ് ആക്കാനുള്ള ശ്രമം, ആ ശ്രമത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക്. ഇതിൻ്റെ ക്യാരക്ടറൈസേഷനിലായിരുന്നാലും, എൻ്റെ ഒരു ബസ് കണ്ടക്ടറാണ്, KSRTC ബസ് കണ്ടക്ടർ. ഒരു സാധാരണ ബസ് കണ്ടക്ടർ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളല്ല ഇയാൾക്ക് നേരിടേണ്ടി വരുന്നത്. ഇയാളുടെ ജീവിതം ഒരുവിധം സ്മൂത്തായി പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഇയാൾക്ക് അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾ വരികയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നല്ലൊരു പോലീസ് ഓഫീസറായിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്ന കാലത്ത് പുള്ളിക്ക്, ഹരിശങ്കറിനും ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വരികയാണ്. ഇതൊക്കെ ലൈഫിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്ന ഇഷ്യൂസാണ്, സോൾവ് ചെയ്യാൻ കഴിയുന്ന ഇഷ്യൂസാണ്. പലപ്പോഴും സൊസൈറ്റിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ ഇഷ്യൂസൊക്കെ കുറച്ചുകൂടെ നല്ല രീതിയിൽ സോൾവ് ചെയ്യാൻ കഴിയുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ നമ്മൾ കഥയുടെ സൂചനയാണ്. സിനിമയായിട്ട് വരുമ്പം ഇങ്ങനെ കാണിച്ചാൽ പ്രേക്ഷകന് ഇഷ്ടമാവില്ല. പ്രേക്ഷകന് ഗ്രിപ്പിംഗ് ആവണം, പ്രേക്ഷകന് എൻ്റർടൈനിങ് ആയിരിക്കണം, പ്രേക്ഷകന് അല്പം സസ്പെൻസ് വേണം, പ്രേക്ഷകന് അല്പം ത്രില്ല് വേണം. ഇതെല്ലാം ആവശ്യത്തിന് അളവ് ചേർത്ത് എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ചേട്ടൻ പറയുമ്പോൾ അതിലൊരു കോൺഫിഡൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കോൺഫിഡൻസ് ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നാളെ എന്നെ ട്രോൾ ചെയ്യാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളെ ഞങ്ങൾ പറയുന്നുള്ളൂ. ഞങ്ങളെല്ലാവരും വളരെ ഹാർഡ് വർക്കിംഗ് ആണ്. ഇതിനകത്തുള്ള എല്ലാവരും, ആക്ടേഴ്സിൻ്റെ ആയിക്കോട്ടെ, സംവിധായകനും എല്ലാവരും വളരെയധികം ഹാർഡ് വർക്ക് ചെയ്ത് ഇതൊരു നല്ല സിനിമയായിട്ട് വരണമെന്ന് തുടക്കം മുതൽ ആഗ്രഹിച്ചിട്ടുള്ള, അതിനനുസരിച്ച് പണിയെടുത്തിട്ടുള്ള ആൾക്കാരാണ്. പണിയെടുത്തു ചേട്ടാ. ഹാർഡ് വർക്കിംഗ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഇപ്പം പറയണമെന്ന് വിചാരിച്ചാൽ, കാരണം രാവിലെ തുടങ്ങി ഒരു ഇൻ്റർവ്യൂ സ്കെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോഴും നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഖത്തോട് നോക്കുമ്പോൾ ഭയങ്കര ചിരിച്ച് സന്തോഷത്തോടു കൂടി, ഇപ്പം സമയം എനിക്ക് തോന്നുന്നു 8:30 കഴിയാറായി.
അപ്പോൾ ഉച്ചയ്ക്ക് തുടങ്ങി ഓൾമോസ്റ്റ് എല്ലാവരും ചോദിക്കുന്നത് ചിലപ്പോൾ സെയിം ക്വസ്റ്റ്യൻസ് ആയിരിക്കാം, നിങ്ങൾ പറയേണ്ടതും സെയിം ആൻസേഴ്സ് ആയിരിക്കാം. പക്ഷെ എന്തായാലും ചേട്ടൻ്റെ മുഖത്ത്, രണ്ടുപേരുടെ മുഖത്താണെങ്കിലും ഉള്ള ഒരു ചിരി തുടങ്ങിയപ്പോൾ തൊട്ട് ഇപ്പം വരെ. ഇപ്പം നിങ്ങൾ ഭയങ്കര ഉറക്കം തൂങ്ങിയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കാണെങ്കിലും ഒന്നും ചോദിക്കാൻ തോന്നിയെന്ന് വരില്ല. പക്ഷെ അത്രയും പ്ലസൻറ്റബിൾ ആയിട്ട് ത്രൂ ഔട്ട് ദ ഡേ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് നോട്ട് ഈസി. അല്ല, ഓഫീസർ ഓൺ ഡ്യൂട്ടി മാത്രമല്ല, ആക്ടേഴ്സ് ഓൺ ഡ്യൂട്ടി. നമ്മുടെ ഡ്യൂട്ടിയാണത്. നമ്മള് തീരുവല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയോടെ ഹോപ്പാണ്. നമ്മൾ പ്രേക്ഷകരോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. പ്രേക്ഷകരോട് ഇന്ന് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്, തമാശയായിട്ട് പറഞ്ഞെങ്കിലും ചാക്കോച്ചന്റെ എൻ്റെ ഉത്തരവാദിത്വം, എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് പ്രേക്ഷകരിലേക്ക് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്താണെന്ന് പറയുക, അതിനെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്താണെന്ന് അവരോട് പറയുക. കാരണം ഒരു പ്രോഡക്റ്റാണ് നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്, ഒരു കലാസൃഷ്ടിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞ് പ്രേക്ഷകന് കാണാനുള്ള താല്പര്യം ജനിപ്പിക്കുക അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുക, ഇതാണ് നമ്മുടെ ഡ്യൂട്ടി. ആ ഡ്യൂട്ടി നമ്മൾ ചെയ്യുന്നു. നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അവരെ തെറ്റായ വഴിയിലൂടെ നയിക്കില്ല. നമ്മൾ പറയുന്നു, നിങ്ങൾ ധൈര്യമായിട്ട് കണ്ടോളൂ ഈ സിനിമ, ദിസ് വിൽ ബി എ വെരി ഗുഡ് മൂവി. ആ ഉറപ്പിനിരിക്കട്ടെ ഒരു കൈയടി. ശരിക്കും ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ഒരു ക്രൂ ആവുമ്പോൾ, നിങ്ങളുടെ ഒരു കാസ്റ്റൊക്കെ ആവുമ്പോൾ ആൾക്കാർക്ക് കുറേ അധികം എക്സ്പെക്ടേഷൻസ് ഉള്ളൊരു മൂവിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോസ്റ്റർ തന്നെ ഭയങ്കര പ്രോമിസിംഗ് ആണ്. അപ്പോൾ ഭയങ്കര എക്സ്പെക്ടേഷൻ ഉള്ളൊരു മൂവിയാണ്. അപ്പോൾ നമ്മുടെ വിശാഖ് ചേട്ടൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ് ഞാൻ കേട്ടായിരുന്നു, അതായത് ശരിക്കും 0 എക്സ്പെക്ടേഷൻസ് വെച്ചിട്ട് ആ സിനിമകൾ കാണാവൂ എന്നുള്ളത്. കുറേ ആക്ടേഴ്സും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങളൊരു മൂവി കാണാൻ പോകുമ്പോൾ ഓവർ എക്സ്പെക്ട് ചെയ്തിട്ടല്ല, 0 എക്സ്പെക്ടേഷനിൽ പോയി കണ്ടാലാണ് ഒരു മൂവി എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ ആ ഒരു ഇതിനോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഗുഡ് മൂവി എന്നും വെരി ഗുഡ് മൂവി എന്നൊക്കെ ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ എഫേർട്സ് വെച്ചിട്ടാണ്. റിസൾട്ട് ഞങ്ങളല്ല പറയുന്നത്. നമ്മളിപ്പോൾ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ എന്ത് പറയും, ഞങ്ങൾ നന്നായിട്ട് പരീക്ഷ എഴുതി, വെരി ഗുഡ് വെരി ഗുഡ്, നന്നായിട്ട്. അത് പറയാൻ പറ്റില്ല, അതാണ് പറഞ്ഞത്. അത് അല്ല, തീർച്ചയായിട്ടും അത് പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് നമ്മൾ സപ്ലൈ എഴുതണമെന്നുള്ളത്. നമ്മൾ വെരി ഗുഡെന്നും ഒക്കെ പറയുന്നത് ഞങ്ങളുടെ എഫേർട്സ് വെച്ച് മാത്രമാണ്. റിസൾട്ട് ഒരിക്കലും ഞങ്ങളല്ല പറയേണ്ടത്. നമ്മൾ ഒരു കൺവെക്ഷന്റെ പുറത്താണ് സിനിമ ചെയ്യുന്നത്. അതേ കൺവെക്ഷനോടുകൂടിയാണ് നമ്മൾ ഇവിടെ വന്നിരുന്ന് സംസാരിക്കും, ആ സിനിമയെ പറ്റി പറയുന്നത്. പക്ഷെ അൾട്ടിമേറ്റ്ലി റിസൾട്ട് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഓഡിയൻസിന്റെ കൈകളിലാണ്. പക്ഷെ നിങ്ങളായതുകൊണ്ടായിരിക്കാം, നിങ്ങളുടെ ഒരു കോംബോ ആണെങ്കിലും പണ്ട് തൊട്ടേ ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള ഒരു കോംബോ ആണ്. ഇപ്പൊ നമ്മുടെ ജൂനിയർ സീനിയറിലൊക്കെ ഞാൻ ഇപ്പോഴും കണ്ടു ചിരിക്കുന്ന ഒരു സിനിമ, ഞാൻ ജനിക്കുന്നതിന് മുന്നേ ഉള്ള സിനിമയാണെങ്കിൽ പോലും അത് ഇവിടെ പറഞ്ഞ ആവശ്യമില്ല. ഞാൻ കുറച്ച് യങ്ങാന്നൊക്കെ. അപ്പൊ ഞാൻ ജനിക്കുന്നേക്കില്ല മുന്നേ ഉള്ള മൂവി ആണെങ്കിൽ പോലും ഇപ്പോഴും എനിക്കിപ്പോൾ ഒരു ഹോളിഡേക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഇരുന്ന് കാണുന്ന ഒരു മൂവിയാണ്. എനിക്ക് ഭയങ്കര റിലാക്സ് ആയിട്ട് കാണുന്ന ഒരു മൂവിയാണ്. അപ്പം നിങ്ങളുടെ കോംബോ അത്രയ്ക്ക് ആക്സെപ്റ്റഡ് ആണ്. പക്ഷെ ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നിങ്ങളുടെ ഒരു കോംബോ റിയൂണൈറ്റ് ചെയ്യുന്ന ഒരു ടൈമിൽ, അതും ഡിഫറെൻ്റ് ഒരു ടൈപ്പ് ഓഫ്, നിങ്ങൾ ഇത്ര നാൾ വന്നൊരു കോംബോ പോലെയല്ല, ഒരു ഡിഫറെൻറ്റ് ടൈപ്പാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു നിങ്ങളുടെ ഇടയിലുള്ള റാപ്പ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, അത് മുമ്പേ ഞങ്ങൾ തമ്മിൽ നല്ല റാപ്പുണ്ട്. കാരണം ഞങ്ങൾ ചാക്കോച്ചൻ്റെ രണ്ടാമത്തെ ചിത്രം നക്ഷത്ര താരാട്ടിൽ അഭിനയിക്കുമ്പോൾ തന്നെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും, അല്ലെങ്കിൽ എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു പ്രായത്തിൻ്റെ ബഹുമാനം തരാനും ഒക്കെ അത് ചാക്കോച്ചൻ അന്നേ അത് കാണിച്ചിട്ടുണ്ട്, ആ ബഹുമാനം കാണിച്ചിട്ടുണ്ട്. ചാക്കോച്ചൻ വളർന്നു വന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ, ചാക്കോച്ചൻ കേരളത്തിൻ്റെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റുഡിയോ ഉടമ കം സംവിധായകൻ്റെ ഗ്രാൻഡ് സൺ ആണ്. അപ്പം സിനിമ എന്തെന്ന് ഏറ്റവും കൂടുതൽ ചാക്കോച്ചന് ഒരുപക്ഷെ കളിപ്പാട്ടമായിട്ട് കിട്ടുക ചിലപ്പോൾ ഒരു ക്യാമറ ആയിരിക്കും, നമ്മളെപ്പോലെ അല്ല. അപ്പം അതിൽ വളർന്ന ഒരാളാണ്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ചാക്കോച്ചൻ വളരുമ്പോൾ സിനിമ എന്താണെന്ന് നന്നായിട്ട് അറിയാം, ഒട്ടും അഹങ്കരിക്കാൻ പാടില്ലെന്നറിയാം. ഇതൊക്കെ സക്സസ് എന്ന് പറയുന്നത് ഏത് നിമിഷവും താഴോട്ട് പോകുന്നൊക്കെ അറിയാവുന്നതാണ്. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എത്രയോ സക്സസ് കണ്ടിട്ടുള്ള ആളാണ്. അതേപോലെ ഫെയിലിയേഴ്സും കണ്ടിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത് കണ്ട് വളർന്ന ആളെന്ന നിലയിൽ അങ്ങനെ ഒരു മ്യൂച്വൽ നമുക്ക് തമ്മിൽ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അത് തുടരുന്നു. അത് ഒരുമിച്ച് അഭിനയിച്ചാലും ഇല്ലെങ്കിലും ഒരുപാട് ചില നടന്മാരുമായിട്ട് എനിക്ക് അധികം ഒരുമിച്ച് അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല. പക്ഷേ നമ്മുടെ റാപ്പോർട്ട് അത് തുടരുന്നു. അയാളുടെ വർക്ക് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, എൻ്റെ വർക്ക് പുള്ളി അപ്രീഷിയേറ്റ് നമുക്ക് ചെയ്യണ്ടേ എന്ന് ചോദിക്കുന്നതന്നെ ഏറ്റവും വലിയ കോംപ്ലിമെൻ്റ് ആയിട്ട് ഞാൻ എടുക്കുന്നു. അതാണ്. ഇപ്പൊ പ്രിയാമണി ചേച്ചിയുടെ കൂടെ ആണെങ്കിലും ചേട്ടൻ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നൊരു കോമ്പിനേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെങ്ങനെയുണ്ടായിരുന്നു ചേച്ചിയുടെ കൂടെ ഉള്ള ഒരു കെമിസ്ട്രി? പ്രിയയുടെ എനിക്ക് തോന്നുന്നു ഏറ്റവും ഒരു തിരിച്ചുവരവിൽ ഇപ്പം ഒരു ഇടവേളയ്ക്ക് ശേഷമുള്ള ഒരു ബ്രേക്കിന് ശേഷമുള്ള ക്യാരക്ടേഴ്സിൽ ഒരു ഏറ്റവും ബോൾഡായിട്ടുള്ള ഒരു ക്യാരക്ടറായിരിക്കും ഇതിൽ ഗീത എന്ന് പറയുന്ന ക്യാരക്ടർ. എൻ്റെ വൈഫിൻ്റെ ക്യാരക്ടറാണ്. പക്ഷേ ഷി ഹാസ് ഹെർ ഓൺ സ്റ്റാൻഡ്. ഭർത്താവിനെ സപ്പോർട്ട് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ തന്നെ പുള്ളിക്കാരിക്ക് ബോൾഡായിട്ടുള്ള ചില ഡിസിഷൻസ് ചില സിറ്റുവേഷൻസിൽ എടുക്കേണ്ടി വരുന്നുണ്ട്. അത് ഒരു സ്ട്രെങ്ത്തിൽ തന്നെ പുള്ളിക്കാരി എടുക്കാറുണ്ട്, മുമ്പോട്ട് പോകാറുണ്ട്. അതിൽ മാറ്റങ്ങളൊന്നുമില്ല. ഒരു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് തന്നെയാണ് ഇതിൽ പ്രിയാമണിയുടെ ക്യാരക്ടർ ഗീത എന്ന് പറയുന്ന കഥാപാത്രം.
അത് സിനിമയിലുടനീളം ഉണ്ട്. ഇറ്റ്സ് എ വെരി ക്രൂഷ്യൽ ക്യാരക്ടർ ഓൾസോ. ഓക്കെ. ഇപ്പം ചേട്ടൻ എന്ന് പറയുമ്പോൾ എനിക്കൊരു ഓൾറൗണ്ടർ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പം വിക്കിപീഡിയ വായിക്കുമ്പോഴാണെങ്കിലും നമ്മുടെ കോളേജിൽ ലെക്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഡബിങ് ചെയ്തിട്ടുണ്ട്, ആങ്കറിങ് ചെയ്യുന്നുണ്ട്, റാങ്ക് ഹോൾഡർ ആയിരുന്നു, അങ്ങനെ കുറേ അധികം ടൈറ്റിൽ. സിനിമാറ്റോഗ്രാഫർ എന്ന് മാത്രം പറയരുത്, അത് തെറ്റായിട്ടുള്ള വിവരമാണ്. ഇപ്പോഴേ ചാടിക്കരുപ്പാന്ന് ഇരിക്കട്ടെ, അതല്ലേ അത് വേണ്ട. ഒരു വെയിറ്റ്. എനിക്ക് ഒരു ഫോട്ടോ എടുക്കാൻ പോലും നേരെ അറിയില്ല. അപ്പൊ എന്തായാലും കുറേ അധികം ടൈറ്റിലുകൾ ഓൺ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ചേട്ടൻ എനിക്ക് തോന്നുന്നു സൊസൈറ്റി ഒരു നല്ല ആള് അല്ലെങ്കിൽ ഒരു നല്ലതെന്നൊരു ഇത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ ഭംഗി വേണം, എഡ്യൂക്കേഷൻ വേണം, അതുപോലെ തന്നെ സാലറി, മന്ത്ലി സാലറി പ്രോപ്പറായിട്ട് വേണം. അപ്പോൾ ചേട്ടൻ കുറേ നാൾക്ക് മുന്നേ ആണ് സിനിമയിലേക്ക് വന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഈ പറയുന്ന പോലെ സാലറിയും ഭംഗിയും എല്ലാം ഒരുമിച്ചുള്ള ഒരാളായിരുന്നു. അപ്പൊ അത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാൾ ഭംഗി ഉണ്ടാക്കുന്നത്. അതിന് പ്രത്യേക നന്ദി ഫൗസ്റ്റീനയ്ക്ക്. ആദ്യമായിട്ടാണ് ഒരാള് സത്യം പറയുന്നത് ഞാൻ മാത്രമുള്ള. ശരി ശരി, കിടക്കട്ടെ ചാക്കോച്ച കേട്ടല്ലോ. ഇതുവരെ ചാക്കോച്ചന് പലരും പറഞ്ഞു ചോക്ലേറ്റ് ഹീറോ, സ്വീറ്റ് ഹീറോ, നൈസ് ഹീറോ, ഹാൻസം ഹീറോ എന്നൊക്കെ പറഞ്ഞു. എന്നെ കേട്ടല്ലോ. പറയുന്നപ്പോ ഞാൻ മാത്രമുള്ളൂ ചേട്ടാ. ഓക്കെ, താങ്ക് യു. എന്റെ സംശയം കുട്ടിയുടെ ഫാദറിനെയോ മദറിനെയോ ജയശേട്ടൻ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് എന്നെ റോസ്റ്റ് ചെയ്ത് നമ്മൾ സത്യം പറയണല്ലേ. ഓൾറൗണ്ടർ മറ്റേത് പറഞ്ഞു, ഞാനൊരു വഴിപോക്കട്ടെ. നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതെ. അപ്പൊ ശരിക്കും ജഗദീഷ് ചേട്ടൻ തന്നെ നമുക്കൊരു ഓൾറൗണ്ടർ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ ആ ഇതിൽ നിന്നൊക്കെ ഒരു ബ്രേക്ക് കൊടുത്ത് മൂവിയിലേക്ക്. 10ാം ക്ലാസ്സിൽ ബെസ്റ്റ് ഓൾറൗണ്ടറിനുള്ള ഗപ്പ് എന്റെ വീട്ടിൽ അതും പറയാനുണ്ട്. ഒടുക്കത്തെ ബുദ്ധിയാണ്. അപ്പൊ അതിന്നൊക്കെ ഒരു ബ്രേക്ക് കൊടുത്തിട്ട് മൂവിയിലേക്ക് വരാന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ചേട്ടൻ അത്രക്കൊരു ആഗ്രഹം വേണം. എനിക്ക് അറിഞ്ഞൂടാ ആ സമയത്ത് എങ്ങനെയായിരുന്നു എന്ന്. കുറെ അധികം നെഗറ്റീവ്സ് പറയാൻ ആൾക്കാരുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത് വേണ്ട, ഇപ്പം ചെയ്യുന്ന ജോലി ഒരു പെർഫെക്റ്റ് സോണിലാണ് പോണത്, ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണ്ടെന്നൊക്കെ പറയാൻ കുറെ ആൾക്കാരുണ്ടായി കാണണം. ഉണ്ടായിരുന്നോ? അല്ല, അത് ഞാൻ പറയാം. അതിന് പ്രേക്ഷകര് ആവർത്തന വിരസത നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഫൗസ്റ്റിനെ ചോദിച്ചുകൊണ്ട് ഞാൻ മറുപടി പറയാണ്. ആ സമയത്ത് റിസ്ക് ആണ്, ഇതിലോട്ടൊന്നും പോകരുതെന്ന് ഒരുപാട് പേര് എന്നെ ഉപദേശിച്ചു. എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞത്, ചേട്ടന് ഇഷ്ടമാണെങ്കിൽ പൊക്കോളൂ, എൻ്റെ ശമ്പളം ഉണ്ടല്ലോ, നമുക്ക് ഒരുമിച്ച് കഴിയാം. ഇഫ് അറ്റ് ഓൾ യു ആർ നോട്ട് ഏബിൾ ടു മേക്ക് ഇറ്റ്, നമ്മുടെ ശമ്പളത്തിൽ നമുക്ക് കഴിയാം, ചേട്ടൻ ജോലി ലീവ് എടുക്കുകയോ ഉപേക്ഷിക്കുകയോ എന്ത് വേണോ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വൈഫിൻ്റെ കോൺഫിഡൻസ് ആണ്. ഇത് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല, അല്ലെങ്കിൽ എല്ലാ ഭാര്യമാർക്കും ഈ മനസ്സുണ്ടാകണമെന്നില്ല. അപ്പോൾ ഇത് ഞാൻ ആട്രിബ്യൂട്ട് ചെയ്യുന്നത് എൻ്റെ വൈഫിനാണ്. കോൺഫിഡൻസ് തന്നു. നമുക്കിനി എന്തെങ്കിലും കാരണവശാൽ ചേട്ടൻ ഒരു മിസറബിൾ ഫെയിലിയർ ആണ് ആസ് ആൻ ആക്ടർ അങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ, ആ ജോലി പോവുകയാണെങ്കിൽ ആ സമയം കൊണ്ട് ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ടെന്നിരിക്കും, നമുക്ക് എൻ്റെ ശമ്പളത്തിൽ നമുക്ക് കഴിയാം എന്ന് പറഞ്ഞ് എനിക്ക് കോൺഫിഡൻസ് തന്ന് എൻ്റെ വൈഫാണ്. ഈ ചോദ്യങ്ങൾ വളരെ പ്രസക്തിയുണ്ട്. കാരണം ഒരു പെർമനൻറ്റ് ഫിക്സ്ഡ് ഇൻകം ഉള്ള ഒരാൾ അതെല്ലാം വിട്ടിട്ട് ഒരു വളരെ റിസ്കി ആയിട്ടുള്ള ഒരു കരിയറിലോട്ട് പോകുക എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് വളരെ എല്ലാവരും ഉപദേശിക്കും. മണ്ടത്തരമല്ലേ കാണിക്കുന്നത്, സർക്കാർ ശമ്പളം വാങ്ങിച്ചിട്ട് അവൻ അഹങ്കാരമല്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു. അതിനൊക്കെ മറികടക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു ഭാഗ്യമാണ്. ഇന്ന് ഞാൻ എൻ്റെ വിദ്യാർത്ഥികൾ വരുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കൾ വരുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് വരുമ്പോൾ, അല്ലെങ്കിൽ നാട്ടുകാർ വരുമ്പോൾ ഞാൻ പറയണമെന്ന് വെച്ചാൽ, നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, ആദ്യം നിങ്ങളൊരു ജോലി സ്വന്തമാക്കാൻ ശ്രമിക്കുക, എന്നിട്ട് നമുക്ക് നോക്കാം. അല്ലെ ആദ്യമേ ഇതിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എത്ര പേർക്ക് സക്സസ്ഫുൾ ആക്കാൻ പറ്റുമെന്ന് എനിക്ക് കോൺഫിഡൻസ് ഇല്ല എന്ന് ഞാൻ പലരെയും ഉപദേശിക്കാറുണ്ട്. ഇപ്പം ആ ഒരു പോയിന്റ് നിന്നൊക്കെ മാറി 400+ മൂവീസ് ചെയ്ത് നിൽക്കുമ്പോൾ അറ്റ് ദിസ് മൊമെന്റ് വാട്ട് ഡു യു ഫീൽ? 400 ഓ മൈ ഗുഡ്നസ് 400 നിൽക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇത്രയും ഇപ്പോൾ 400 എന്ന് പറഞ്ഞാൽ 40 years, അപ്പോൾ 40 into 10 ഓൺ ആൻ ആവറേജ്. അപ്പോൾ 400 മൂവീസ് അഭിനയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് കണക്കാക്കുന്നു. പക്ഷേ എൻ്റെ മുന്നിൽ 1000 ഒക്കെ കഴിഞ്ഞ ജഗതി ശ്രീകുമാറിനെ പോലുള്ള പ്രഗത്ഭരും എൻ്റെ മുന്നിലുണ്ട്. അവരെ ഞാൻ വളരെ ബഹുമാനത്തോടെ ഓർക്കുന്നു. അപ്പോൾ ഈ 400 എന്നുള്ള ഒരു നിസ്സാര കാര്യമല്ല. അത് ഇത്രയും നാൾ ഇങ്ങനെ നിൽക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായിട്ടും ഈശ്വരാനുഗ്രഹമായിട്ട് കണക്കാക്കുകയാണ്. അതിന് പ്രേക്ഷകരുടെ ഒരു പിന്തുണ ഉണ്ടാവണം. ഒരു ആക്ടർ എന്ന നിലയിലും, ഒരു ഇൻഡിവിജ്വൽ, ഒരു ഹ്യൂമൻ ബീയിങ് എന്ന നിലയിലേക്കൊക്കെ എനിക്ക് തന്നിട്ടുള്ള, പ്രേക്ഷകർ തന്നിട്ടുള്ള പിന്തുണയും ഒക്കെ തന്നെ ഞാൻ വളരെ സ്നേഹത്തോടെ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഇപ്പം ചേട്ടൻ കോളേജ് ലെക്ചറർ ആയിരുന്നു എന്ന് ഞാൻ വായിച്ച ടൈമിൽ എൻ്റെ ഉള്ളിൽ ഫസ്റ്റ് വന്നൊരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേട്ടൻ ഭയങ്കര കൂളാണ്, ഭയങ്കര കൈൻഡാണ്, ഭയങ്കര സ്വീറ്റാണ്. അപ്പോൾ ശരിക്കും കോളേജ് ലെക്ചറേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ കോളേജിലൊക്കെ കുറച്ച് റൂഡായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് അങ്ങനെ ചിരിക്കത്തൊന്നുമില്ല, ഭയങ്കര പഠിപ്പിക്കും വരും പോവും, ആരുടെ പേര് പോലും ചിലപ്പോൾ അറിയണമെന്നുണ്ടാവില്ല. അപ്പോൾ ചേട്ടൻ ആ ഒരു കോളേജ് ലെക്ചറർ ആയിരുന്ന ഒരു ടൈമിൽ എങ്ങനെയായിരുന്നു? ഭയങ്കര റൂഡായിട്ട് ഒരു സ്വപ്നമായിരുന്നു? ഞാൻ റൂഡല്ല, ഒരിക്കലും റൂഡൊന്നുമല്ല. ഞാൻ അല്പം സ്ട്രിക്റ്റ് ആയിരുന്നു. കാരണം വെച്ചാൽ പഠിപ്പിക്കുമ്പം ആൾക്കാർ ശ്രദ്ധിക്കണമെന്നും
അവരെല്ലാം അറ്റൻറ്റീവ് ആയിരിക്കണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് നിർബന്ധമുണ്ട്. അത് കഴിഞ്ഞിരുന്നാൽ അവരെ ശാസിക്കുക, വഴക്ക് പറയുക, അങ്ങനെയുള്ള ഒരു ലൈനല്ലായിരിക്കും. അല്ലാതെ തന്നെ കുട്ടികളെ നമ്മുടെ വശത്തേക്ക് കൊണ്ടുവരാൻ കഴിയും, അത് നമ്മൾ പഠിപ്പിക്കുന്നത് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും എന്നെനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അത് ശരിയാണ്. നമ്മൾക്ക് ഇപ്പം എൻ്റെ ടീച്ചേഴ്സ് ആണെങ്കിലും നമ്മുടെ അടുത്ത് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ടീച്ചേഴ്സ് പറയുന്നത് നമ്മൾ കേൾക്കില്ലെങ്കിൽ നമ്മൾ കളത്തിലൊക്കെ കാണിക്കും. അവരിപ്പം ചൂടായി പറഞ്ഞു, ഓക്കെ നമ്മളത് വിടും, എന്നിട്ട് അവർ പോയി കഴിയുമ്പോൾ നമ്മളത് ചെയ്യണം. അപ്പം ചേട്ടൻ പറഞ്ഞ പോയിന്റ് ഭയങ്കര, നമുക്ക് ചീത്ത പറയാണ്ട് നമുക്ക് കാര്യം ചെയ്യിക്കാൻ പറ്റുമല്ലേ? എക്സാക്ട്ലി. ഇപ്പൊ ചേട്ടൻ ഇപ്പൊ 2-3 ഇപ്പൊ പോലീസ് റോൾസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇതിനകത്താണെങ്കിലും നമുക്ക് പോസ്റ്റ് കാണുമ്പോൾ പറയുമ്പോൾ ഒരു പോലീസ് വേഷമാണ് ചെയ്യണത്. അപ്പൊ ശരിക്കും ചേട്ടൻ ഈ ഒരു യൂണിഫോമിൽ ഭയങ്കര കംഫർട്ടബിൾ ആണോ? എങ്ങനെ ഉണ്ടായിരുന്നു ഒരു യൂണിഫോം ഇട്ട് നിൽക്കുന്ന ഒരു മൊമെന്റ്? എല്ലാവരുടെയും എനിക്ക് തോന്നുന്നു എല്ലാ ചെറുപ്പക്കാരുടെയും ഒരു ആഗ്രഹമായിരിക്കും പോലീസ് വേഷങ്ങൾ ചെയ്യുക എന്നുള്ളത്. ഞാൻ ഇപ്പം ഈ ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ എനിക്കറിയില്ല, പോലീസ് വേഷം ഇടുമ്പോൾ നമുക്കൊരു എനർജി ഫീൽ ചെയ്യാറുണ്ട്, ഒരു പവർ കിട്ടുന്ന പോലത്തെ ഒരു സംഭവം ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ ആ പവർ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു പവറാണ്. അത് നാടിന് വേണ്ടിയും നാട്ടുകാർക്ക് വേണ്ടിയും ഏറ്റവും കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് പിന്നീടുള്ള ചോദ്യം. അതിൽ ഈ ഹരിശങ്കറിൻ്റെ ക്യാരക്ടറിലേക്ക് വരുമ്പോൾ ശരിക്കും ഇയാൾ ചെയ്യുന്ന കാര്യങ്ങൾ 100% ശരിയാണോ എന്നുള്ളത് ചിലപ്പോൾ ഡിബേറ്റബിളായിട്ട് നമുക്ക് തോന്നാനുള്ള ഇൻസിഡൻസ് ഒരുപാട് സിനിമയിലുണ്ട്. ഞാൻ പറഞ്ഞത് ഇത് പ്യൂർലി ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, ചില ഗ്രേ ഷെയ്ഡ്സ് കാണാം. എല്ലാവരിലും അത് കാണാനായിട്ട് സാധിക്കും ചിലപ്പോൾ. അപ്പോൾ അത് ഈ സിനിമയിലെ പ്രൊട്ടഗോണിസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ആൻറ്റഗോണിസ്റ്റുകളുടെ കാര്യത്തിലാണെങ്കിലും ഇവരിൽ ആരാണ് ചെയ്യുന്നത് പൂർണ്ണമായിട്ടും ശരി അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും തെറ്റ് എന്ന് സംശയം തോന്നാവുന്ന ചില ഏരിയാസ് അല്ലെങ്കിൽ ചില ലേയേഴ്സ് ഈ സിനിമകളിലും ഈ ക്യാരക്ടേഴ്സിലും ഉണ്ട്. അതെനിക്ക് തോന്നുന്നു ഒരു ഡിഫറെൻ്റ് അപ്രോച്ചാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ശരിക്കും ചേട്ടൻ ഇങ്ങനെ യൂണിഫോം ഇടണം എന്നൊരു പണ്ട് അങ്ങനത്തെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു? ചേട്ടൻ ഇപ്പം ആദ്യം പറഞ്ഞല്ലോ എല്ലാ യൂത്ത് ആൾക്കാർക്കും ഉണ്ടാവുന്ന ഒരു ആഗ്രഹമാണെന്ന്. അപ്പം അങ്ങനത്തെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ അന്നൊക്കെ നമുക്ക് സംശയം ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു റോൾ ആരെങ്കിലും തരുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ. പക്ഷേ ഇപ്പം അള്ളിരാമേന്ദ്രൻ അല്ലെങ്കിൽ നായാട്ട് പോലുള്ള സിനിമകളിലൊക്കെ വരുമ്പോൾ അത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഇതേപോലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള പോലീസ് കഥാപാത്രങ്ങളുമായിട്ട് ആൾക്കാർ വരുമ്പോൾ തീർച്ചയായിട്ടും അത് ആ ഒരു മാനിഫെസ്റ്റേഷൻ്റെ ഒരു പൂർത്തീകരണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, കഥാപാത്രമായിട്ട് മാറുമ്പോൾ നമുക്ക് പോലീസ് യൂണിഫോം ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ഉണ്ടാവാറുണ്ട്. ഒരു അഡ്വക്കേറ്റിൻ്റെ വേഷം ഇടുമ്പം അത് അപ്പോഴും ഒരു അഡ്വക്കേറ്റാണ് എന്നൊക്കെ തോന്നൽ, അത് നമ്മുടെ ഒരു നാച്ചുറലി ഹ്യൂമൻ ബീയിങ്സിനുള്ള ഒരു വികാരം നമുക്ക് വരും. ഒരു ഡോക്ടറുടെ സ്റ്റെത്തൊക്കെ ഇട്ടിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഡോക്ടർ ആയിരുന്നെങ്കിൽ എന്നൊക്കെ ചിലപ്പോൾ ചിന്തിച്ചു പോകും. യൂണിഫോമും ഒക്കെ ഇടുമ്പോൾ ആക്ടർ ആണെങ്കിൽ പോലും അഭിനയിക്കുകയാണെങ്കിൽ പോലും റിയൽ ലൈഫിൽ നമ്മൾ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊക്കെ ആലോചിച്ച് ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ആ യൂണിഫോമിന് കൊടുക്കുന്ന ഒരു ബഹുമാനം. ഞാൻ പേഴ്സണലായിട്ട് കോളേജിൽ NCC ഓഫീസറായിരുന്നു, അധ്യാപകനായിരിക്കുമ്പോൾ പാർട്ട് ടൈം NCC ഓഫീസറായിരുന്നു. അതുകൊണ്ട് മിലിറ്ററി യൂണിഫോം ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ സമയത്ത് അതിൻ്റെ ഒരു അതിന് കൊടുക്കുന്ന ഒരു ബഹുമാനം എനിക്കറിയാം. ഇപ്പം ചാക്കോച്ചൻ നമ്മളൊരു ചോക്ലേറ്റ് ഹീറോ എന്ന് പറഞ്ഞ ടൈറ്റിൽ കൊടുത്തിട്ടുള്ള ഒരാളാണ്. ഇപ്പം ചാക്കോച്ചൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചോക്ലേറ്റ് ഹീറോ തന്നെ ഉള്ളിൽ വരിക. അപ്പോൾ പണ്ട് ഞാൻ ഇപ്പോൾ ചാക്കോച്ചനാണ് ഇന്റർവ്യൂ ചെയ്യാൻ പറഞ്ഞതെന്ന് പറഞ്ഞ സമയത്ത് എൻ്റെ ആൻറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പണ്ട് ഇങ്ങനെ കുറേ ഗേൾസ് ഫാൻസ് ലെറ്റർ എഴുതുമായിരുന്നില്ലേ, അപ്പം എൻ്റെ ആൻറ്റി അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാക്കോച്ചൻ തിരിച്ച് ഒരു ഫോട്ടോയിൽ എന്ന് സ്വന്തം ചാക്കോച്ചൻ അങ്ങനെ എഴുതിയിട്ട് ഒരു കുഞ്ചാക്കോ ബോബ് എന്ന് പറഞ്ഞിട്ട് അപ്പം എൻ്റെ അടുത്ത് കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പം അത് കാണിക്കേണ്ടി വന്ന മോശമല്ലേ? പിന്നെ തീർച്ചയായിട്ടും ഇത് ഞാൻ തന്നെയല്ലേ, എനിക്ക് ആന്റിയുടെ ഫോട്ടോ കാണേണ്ടത്. ആന്റിക്ക് കെട്ടിനാല് പിള്ളേരുണ്ട്, ചേട്ടനും എനിക്ക് ഒരാളുള്ളൂ, ഷൈമുണ്ടല്ലോന്ന്. അപ്പം എൻ്റെ അടുത്ത് ഇത് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ആന്റി ഇത് പറയുമ്പോഴും എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. കാരണം ആ സമയത്ത് അത്രയും ഇഷ്ടപ്പെട്ട് ഭയങ്കര ക്രഷായിരുന്നു എന്നൊക്കെയാ പറഞ്ഞത്. അപ്പൊ കുറെ ആൾക്കാരുടെ ഇങ്ങനെ ചങ്കിക്കൊണ്ട് നടന്ന ഒരാളാണ്. ഇന്നിപ്പോ ഫൗസ്റ്റിനടുത്ത് ഇത് പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഫൗസ്റ്റിനടുത്ത് ഇത് പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ ആ ക്രഷ് ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. കേൾക്കണ്ട അല്ലേ? ഞാൻ പറയുമ്പോൾ ആ ആന്റിയോട് ഭർത്താവിനെ ആ 3 പിള്ളേരുമായിട്ട് പോയി തിയേറ്ററിൽ സിനിമ കാണാൻ മാറി നിങ്ങൾ റൂട്ട് മാറ്റി. അല്ല, അവര് ഫാമിലി ആയിട്ട് ഞാൻ പറഞ്ഞ അത് പോസിറ്റീവ് അർത്ഥത്തിലാണ് പറഞ്ഞത്. അല്ലാതെ വേറൊരു രീതിയിലുള്ള ഒരു വിവാഹിതയായ സ്ത്രീക്ക് ഇഷ്ടം എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് ഉടൻ തന്നെ പ്രേമം എന്നുള്ള അർത്ഥത്തിൽ ഒരു സ്നേഹം, ബഹുമാനം, ആക്ടർ എന്ന രീതിയിലുള്ള പരിഗണന, ആ പരിഗണന കാണിക്കാൻ പറയണം. ഫാമിലി ആയിട്ട് ഫസ്റ്റ് ഡേ പോയി കാണാൻ പറയണം. ഫെബ്രുവരി 20 നമ്മുടെ മൂവി റിലീസ് ആവാണ്. അതെ. അപ്പൊ നമ്മുടെ ഓഡിയൻസിനോട് ലാസ്റ്റ് ആയിട്ട് എന്താണ് പറയാനുള്ളത്? ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നാണ് സിനിമയുടെ പേര്. അതുപോലെ തന്നെ പ്രേക്ഷകർ ഓൺ ഡ്യൂട്ടി ആയിട്ട് തിയേറ്ററിൽ വന്ന് സിനിമ കാണും. എനിക്ക് പറയാനുള്ളത്, ഈ പോലീസുകാരുടെ പല പ്രശ്നങ്ങളും നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട്. തിലകൻ ചേട്ടൻ കിരീടത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള ആ പോലീസ് കോൺസ്റ്റബിളിന്റെ ധർമ്മസങ്കടം നമുക്ക് അദ്ദേഹത്തോട് വലിയ ഇഷ്ടമാണ്. ഇതിൽ ഹരിശങ്കറിനോട് പ്രേക്ഷകർക്ക് ഇഷ്ടം തോന്നും. ഇയാളുടെ ഹീറോയിസം ആയിരുന്നാലും, ഇയാളുടെ പ്രശ്നങ്ങളായിരുന്നാലും, ഇയാളുടെ പരിമിതികളായിരുന്നാലും, ഇയാളുടെ ശക്തിയായിരുന്നാലും, ഇതിനെല്ലാം പ്രേക്ഷകർക്ക്
ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു കഥയാണ്, അതിൻ്റെ ആവിഷ്കാരമാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും. ചാക്കോച്ചനെ ഏറ്റെടുത്ത പോലെ നമ്മുടെ ഹരിശങ്കറിനെയും ഓഡിയൻസ് ഏറ്റെടുക്കട്ടെ. നിങ്ങളുടെ സിനിമ കുറേ അധികം ഹൈറ്റ്സ് എത്തട്ടെ. നിങ്ങളുടെ കോംബോ അന്നത്തെ പോലെ ഇനിയും ഹിറ്റുകളാവട്ടെ. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.